പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തക്കതായ കാരണമില്ലാതെ നോമ്പ് ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് പറയാനാണ് ഉദ്ദേശിക്കുന്നത്, ഇൻഷാ അല്ലാഹ്. റമളാൻ മാസം അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. വിശ്വാസിയുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുവാനും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുപ്പിക്കുവാനും ലഭിക്കുന്ന സുവർണാവസരം. എന്നാൽ ഇന്ന് പലപ്പോഴും ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നതാണ് തക്കതായ കാരണങ്ങളില്ലാതെ നോമ്പ് ഉപേക്ഷിക്കുക എന്നത്. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ 4ാമത്തെ പ്രധാന തൂണാണ് റമളാൻ നോമ്പ്. ഇത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. ഖുർആൻ പറയുന്നു, സത്യവിശ്വാസികളെ, നിങ്ങളുടെ മുൻഗാമികൾക്ക് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ സൂക്ഷ്മത ഉള്ളവരാകാൻ വേണ്ടി, അതായത് ഭയഭക്തിയുള്ളവരാകാൻ വേണ്ടിയാണെന്ന് സൂറത്ത് അൽ ബക്കറയിലെ 183-ാമത്തെ ആയത്താണിത്. കാരണമില്ലാതെ നോമ്പ് ഒഴിവാക്കുന്നതിൻ്റെ ഗൗരവം നമുക്ക് നോക്കാം. യാതൊരുവിധ ശാരീരിക ബുദ്ധിമുട്ടുകളോ യാത്രയോ ഇല്ലാതെ മനഃപൂർവ്വം ഒരാൾ ഒരു നോമ്പ് ഉപേക്ഷിച്ചാൽ പകരം കാലം എത്ര നോമ്പ് അനുഷ്ഠിച്ചാലും അതിൻ്റെ പ്രതിഫലം പൂർണ്ണമായി ലഭിക്കില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അത് അള്ളാഹുവിനോടുള്ള വലിയൊരു ധിക്കാരമാണ്. വെറും വിശപ്പും ദാഹവും സഹിക്കാൻ മാത്രമല്ല നോമ്പ്, മറിച്ച് അത് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള പരിശീലനം കൂടിയാണ്. അനുവദിക്കപ്പെട്ട സാഹചര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. നോമ്പ് നോൽക്കാൻ കഴിയാത്തവർക്ക് അള്ളാഹു ഇളവ് നൽകിയിട്ടുണ്ട്. ഗുരുതരമായ രോഗമുള്ളവർ, ദൂരയാത്ര ചെയ്യുന്നവർ, ഗർഭിണികൾ, മുലയൂട്ടുന്ന ഉമ്മമാർ, വാർദ്ധക്യം മൂലം നോമ്പ് നോൽക്കാൻ ശേഷിയില്ലാത്തവർ, ഇതൊന്നുമില്ലാതെ കേവലം അലസത കൊണ്ടോ ചെറിയ ജോലിയുടെ ഭാരം കൊണ്ടോ നോമ്പ് ഉപേക്ഷിക്കുന്നത് വലിയ ഖേദത്തിന് കാരണമാകും. തക്കതായ കാരണങ്ങളില്ലാതെ നോമ്പ് ഉപേക്ഷിക്കുന്നതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ഹദീസുകൾ പരിശോധിക്കാം. അബൂ ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ 2 പേർ വന്ന് എൻ്റെ കൈ പിടിച്ച് പ്രയാസകരമായ ഒരു മലയിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് കാലുകൾ കെട്ടിത്തൂക്കപ്പെട്ട ചിലരെ ഞാൻ കണ്ടു. അവരുടെ വായുടെ ഇരുവശങ്ങളും കീറപ്പെട്ടിരിക്കുന്നു, അതിലൂടെ രക്തമൊലിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, ഇവർ ആരാണ്? അവർ പറഞ്ഞു, സമയമാകുന്നതിന് മുമ്പ് നോമ്പ് മുറിച്ചവരാണ് ഇവർ. അതായത് നോമ്പ് നോൽക്കാത്തവരും നോമ്പ് പൂർത്തിയാക്കാത്തവരും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു പറയുന്നു, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ രോഗിയാവുകയോ യാത്രയിലാവുകയോ ചെയ്താൽ മറ്റു ദിവസങ്ങളിൽ നിന്ന് ആ എണ്ണം നിങ്ങൾ പൂർത്തീകരിക്കേണ്ടതാണ്. അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, പ്രയാസമല്ല. പ്രിയപ്പെട്ടവരെ, പരലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ നാം മറുപടി പറയേണ്ടി വരും. റമളാനിലെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. നമ്മുടെ ശരീരവും ആരോഗ്യവും അള്ളാഹു തന്നതാണ്. അത് അവൻ്റെ വഴിയിൽ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. നോമ്പ് നോൽക്കാനും അതുവഴി അള്ളാഹുവിൻ്റെ പ്രീതി സമ്പാദിക്കാനും നമുക്ക് ഏവർക്കും കഴിയട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.